ഈ ഉത്സവമൊക്കെ 9 ദിവസം 10 ദിവസമൊക്കെ നീളുന്നത് പോലെ അർജുന്റെ ഭൗതിക ശരീരത്തിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോ 9ാം ദിവസവും പിന്നിടുകയാണ്. അപ്പൊ അവിടെ മണ്ണിൽ നോക്കി, വെള്ളത്തിൽ നോക്കി, രണ്ടിടത്തും ഇല്ല. ഇപ്പോ അവിടെ നിന്ന് മാറി 40 മീറ്റർ അകലെയായിട്ട് ഒരു സ്ഥലത്ത് 10 മീറ്റർ താഴത്തിൽ ഈ ശരീരം ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ. അത് റെ- അത് നമുക്ക് സൂചന ലഭിക്കുന്നത് സോണാർ, റഡാർ, അതുപോലെ തന്നെ പട്ടാളക്കാരുടെ കൈവശമുള്ള മറ്റൊരു റഡാർ. ഈ 2 റഡാറുകളും ഒരേ സ്ഥലത്ത് തന്നെ സിങ്ക്രണൈസ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ വൈബ്രേഷൻസും സിഗ്നൽസും നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പോകുന്നത്. ഇവിടെ ആ ഭാഗത്ത് മണ്ണ് ഒരു കൂമ്പാരം പോലെ ഗംഗാവാലി നദിയിലേക്ക് വീണ് കിടപ്പുണ്ട്. അപ്പൊ അത് എടുക്കാൻ അസാമാന്യം ധൈര്യവും അതുപോലെ തന്നെ കരുത്തും ഉള്ള സൈനികർ വേണം. അതുപോലെ അതിന് തക്ക യന്ത്രം വേണം. ബോറിംഗ് യന്ത്രം എന്നാണ് ഇതിന് പറയുന്നത്. ആ മണ്ണ് മാറ്റാനുള്ളത് ഡ്രഡ്ജർ അല്ല, ബോറിംഗ് യന്ത്രം. മണ്ണുമാന്തി യന്ത്രമല്ല, സാധാരണ യന്ത്രമല്ല, വളരെ വിലയേറിയ പട്ടാളക്കാർക്ക് മാത്രം ഇപ്പോൾ കൈവശമുള്ള ബോറിംഗ് യന്ത്രമാണ്. ആ ബോറിംഗ് യന്ത്രം കൊണ്ടുവന്നിട്ടുള്ള പരിശോധനകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ അവിടെ നിന്ന് ഭൗതിക ശരീരം ആയിരിക്കില്ല കിട്ടുന്നത്. ലോറിയും അതുപോലെ തന്നെ അവിടെ ഒരു ടവർ പോയിട്ടുണ്ട്. ആ ടവറിന്റെ അവശിഷ്ടങ്ങളുമായിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നും ശരീരം വീണ്ടും ഗോകർണം തീരത്തേക്ക് പോയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇത് 10 ദിവസമാണ് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നടന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പഠിക്കാൻ പോയ, വിദേശ വിദ്യാഭ്യാസത്തിന് പോയ ഒരു കുട്ടിയെ ലാറ്റ്വിയയിൽ നിന്ന് കണ്ടെടുത്തത് ഒരു തടാകത്തിൽ പോയതാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായി. കൂട്ടുകാർ തിരിച്ചു പോന്നു, അവനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട്. അന്ന് തന്നെ ആ ബോഡി അവര് എടുത്തു, തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയാണ് മനുഷ്യ സ്നേഹം കാണിക്കുന്നത്. ഇവിടെ ഇപ്പോ കർണാടകത്തിന് ആദ്യത്തെ 6 ദിവസം 7 ദിവസം വരെ ഒരു താല്പര്യവുമില്ല. അത് എങ്ങനെയെങ്കിലും പോട്ടെ, തൊഴിലാളിയല്ലേ, അത് കേരളത്തിൽ നിന്നുള്ള തൊഴിലാളിയാണ് എന്നൊരു അവഗണനയോടുകൂടി പോയി. എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേര് അർജുൻ എന്നാണ്. കർണാടകത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് വലിയ താല്പര്യം വരാൻ കാര്യമില്ല. കാരണം അവിടെ ലിംഗായത്ത്, ഒക്കലിക, ഈ 2 സമുദായങ്ങളുടെ പിന്തുണയോടുകൂടിയ ഒരു നേതാവ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും പ്രീണനം നടത്തിക്കൊണ്ടും നേടിയ ഒരു കസേരയാണ്, അധികാരത്തിന്റെ കസേരയാണ്. അതവിടെ സേഫ് ആയിട്ടുണ്ട്. ഒരു സേഫ് ഡെപ്പോസിറ്റ് ആയിട്ട്, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന അർജുൻ എന്ന് പറയുന്ന ഒരാളിനെ രക്ഷിച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള ഒരു തരം നിസ്സംഗതയോടുകൂടിയും ഇൻഡിഫറൻസോടുകൂടിയും അവഗണനയോടുകൂടിയുമാണ് ഈ കാര്യങ്ങളെ അവർ സമീപിച്ചെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിനേക്കാൾ കൂടിയ റിസ്ക് ഉള്ള സമയത്താണ് ബലഗോവയിൽ നിന്ന് പട്ടാളം വന്ന് അവിടെ പരിശ്രമം നടത്തി ഊഹിച്ചിരുന്ന സ്ഥലങ്ങളിൽ അതില്ല എന്ന് സ്ഥിരീകരിച്ചത്. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ പട്ടാളക്കാർ, ജവാന്മാർ നടത്തിയ പരിശ്രമം, അതിന്റെ ഫലമായിട്ടാണ്. ഈ പട്ടാളക്കാർ ആദ്യ ദിവസം തന്നെ വന്നിരുന്നെങ്കിൽ അവർ ഈ ജീവനോടുകൂടി തന്നെ നമ്മുടെ അർജുനെ വീണ്ടെടുക്കുമായിരുന്നു. അപ്പൊ അതാണ് കാര്യം. ആ ഗവൺമെന്റിന് ഇത് പേര് എന്താണ്, അർജുൻ. അപ്പം അവൻ പോയെങ്കിൽ പോട്ട് എന്നുള്ളൊരു മട്ടിലാ പോയത്. വളരെ പ്രഗത്ഭനും പ്രഗത്ഭമതിയും അതുപോലെ തന്നെ വിജയശില്പിയും ഒക്കെയായിട്ട് കോൺഗ്രസ് കൊട്ടിഘോഷിക്കുന്ന DK ശിവകുമാറും ഉണ്ട് അവിടെ, കോൺഗ്രസിന്റെ വിജയശില്പി. അദ്ദേഹം ഒക്കലിക സമുദായത്തിന്റെ നേതാവ്, സിദ്ധരാമയ്യ ലിംഗായത്ത് സമുദായത്തിന്റെ നേതാവ്. ഈ 2 കക്ഷികളുടെയും പിന്തുണ നേടിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അങ്ങനെയാണ് അവിടെ ജയിച്ചത്. അപ്പൊ അവർ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസുകളൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പൊ മറ്റൊരു ഒക്കലിക സമുദായം പറയുന്നുണ്ട് DK ശിവകുമാറിനെ കൊണ്ടുവരണം. അപ്പൊ അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരാളിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. കേരളത്തിലെ ഒരു മന്ത്രിയുണ്ട്, അവരുടെ മന്ത്രിസഭയിൽ, അദ്ദേഹത്തിനും താല്പര്യമില്ല. അങ്ങനെ ഒരു ലോറി ഡ്രൈവർ അല്ലേ, അദ്ദേഹത്തിന്റെ ജീവൻ എന്ത് വില. അതേസമയം സിദ്ധാരാമയ്യയുടെ ജീവന് വലിയ വിലയുണ്ട്. നമ്മുടെ നിയമത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരെന്ന് പറയുന്നെങ്കിലും സിദ്ധരാമയ്യ അധിക നേരം അവിടെ നിന്നില്ല. നിൽക്കാൻ അനുയായികളും സഹപ്രവർത്തകരും സമ്മതിച്ചതുമില്ല. കാരണം ഇനിയും മലയിടിയാം. ആ മലയിടിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ജീവൻ അപകടത്തിലായി പോകാം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ അകലെയുള്ള അങ്കോല റെസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി വിധിയാമണ്ണം സ്വീകരിച്ച് ഉപചരിച്ച് വേഷവും ഒക്കെ മാറ്റി, മഴ നനഞ്ഞ് കുറച്ച് നനവ് പറ്റിയല്ലോ, അതെല്ലാം മാറ്റിയിട്ടാണ് സുമുഖനായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് മാട്ടിലാടുത്താന്ന് കന്നഡയിൽ പറയുക, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് അവരെ ചോദ്യം ചെയ്തുകൊണ്ട്
താൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെയാണ്, ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. വീഴ്ചയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിക്കും എന്ന്. എവിടെ പരിഹരിക്കാൻ? ഒരുത്തന്റെ ജീവനാ പോയത്. തിരിച്ചു കൊടുക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് പറ്റുമോ? അധികാരത്തിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാനല്ലാതെ എന്റെ അവസാനത്തെ ചാൻസ് ആണെന്ന് പറഞ്ഞ് അധികാര കസേര പിടിച്ചു വാങ്ങിയിട്ട് അവിടെ അള്ളിപ്പിടിച്ച്, അതായത് ഭരണത്തില് പകുതി സമയം കഴിയുമ്പോൾ DK ശിവകുമാറിന് മാറിക്കൊടുക്കണമെന്നായിരുന്നു കണ്ടീഷൻ. അതുപോലും പാലിക്കാതെ അധികാര കസേരയിൽ കടിച്ചു തൂങ്ങിയിരുന്നും കൊണ്ട് മറ്റുള്ളവരെ ആനപ്പുറത്തിരിക്കുന്നതിന് എന്തിന് വഴി കൂടി നടക്കുന്ന ആൾക്കാരെ പേടിക്കണം എന്നുള്ള അവധാനതയോടുകൂടി തന്നെ കേരളം എത്ര ഭേദമാണ്. കേരളത്തെക്കുറിച്ച് നമ്മൾ അഭിമാനിച്ചു പോവും. ഇങ്ങനെ സംഭവിക്കില്ല. അത് 2018 പ്രളയത്തില്, ഈ കഴിഞ്ഞ ദിവസം മാലിന്യ കൂമ്പാരത്തിലേക്ക് വീണ ജോയിയുടെ കാര്യത്തില്, അതുപോലെ തന്നെ പാലക്കാടൻ മലൻ ചുഴികളിൽ വീണ അസാധ്യമായ രീതിയിൽ അവിടെ നിന്ന് വിദഗ്ധ സൈനികർ വന്ന് രക്ഷിച്ച ഒരാളിന്റെ കാര്യത്തില്, ഒരു ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. ഇങ്ങനെ മരണക്കയത്തിലേക്ക് വീണ് പോകാതിരിക്കത്തക്ക ജാഗ്രതയും സ്നേഹവും ഒരുമയും മനുഷ്യർ കാണിക്കാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. കേരളത്തിൽ നിന്ന് വന്ന ഒരു ഡ്രൈവർ, അവനെ അർജുന്, അവനവന്റെ പാട്ടിന് വോട്ട് എന്നുള്ളൊരു വിചാരത്തോടു കൂടി അവഗണിച്ചു, മനുഷ്യജീവനെ അവഗണിച്ചു. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സിദ്ധാരാമയ്യ, അദ്ദേഹത്തിന്റെ പാർട്ടി, ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അത് അവഗണിച്ചു. എവിടെ രാഹുൽ ഗാന്ധിയുടെ ശബ്ദം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം തന്നെ ഓടിയെത്താറുണ്ടല്ലോ. മണിപ്പൂരിലെ മരണങ്ങളെ കുറിച്ച് അദ്ദേഹം എപ്പോഴും മണിമുടക്കാറുണ്ടല്ലോ. എവിടെ? അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ അവിടെ ഭരിക്കുന്നത്? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അദ്ദേഹം ഈ കോഴിക്കോട്ട് നിന്നാണ്, കോഴിക്കോട്ട് നിന്ന് MP MK രാഘവൻ MP, അദ്ദേഹം പാവപ്പെട്ട ഒരു MP ആയതുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം നമ്മൾ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഈ ചുമ്മാ DK ശിവകുമാറിനെ നയിക്കുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം ഫോണിൽ കൂടെ എന്തോ പറഞ്ഞതല്ല, അവിടോട്ട് എത്തി നോക്കിയില്ല. അത്രയേ ഉള്ളൂ. ഇനി 3 പേരുടെ പേരെയാണ് കാണാനുള്ളത്. 10 പേരിൽ 7 പേരുടെ ശവശരീരങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ കുടുംബമുണ്ട്, ഇദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, പിഞ്ചു കുഞ്ഞുണ്ട്. നൊമ്പരപ്പെട്ടിരിക്കുകയാണ്. മരിച്ചെങ്കിൽ മരിച്ചതിന്റെ ദുഃഖമേ ഉള്ളൂ. ജീവിച്ചിരിക്കുകയാണോ മരിച്ചിരിക്കുകയാണോ ജീവച്ഛവമായി കിടക്കുകയാണോ 9 ദിവസമായിട്ട് കാണാൻ പറ്റരുത്. വെള്ളത്തിനടിയിലാണോ, മണ്ണിലടിയിലാണോ, കടലിനടിയിലാണോ എന്താണെന്നറിയാതെ ഉദ്വേഗത്തോട് കാത്തിരിക്കുക എന്ന് പറയുന്നു. ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ആശയ്ക്കും അപ്പുറമായിട്ട് ആശിച്ചുകൊണ്ട് ഹതാശയായിട്ടിരിക്കുന്ന ആ ഭാര്യ, സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, ജീവച്ഛവമായിട്ട് വീട്ടിലിരിക്കുന്ന അച്ഛൻ ആഹാരം കഴിക്കാൻ പറ്റുമോ? തൊണ്ടയ്ക്കൂടെ ഇറങ്ങുമോ? ആ കണ്ണീരും കിനാവുമായിട്ട് കഴിയുന്ന അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത ഭരണകൂടം, ഇന്ത്യയിലെ ഒരു പൗരന് തന്നെ അല്ലേ ഇത് പറ്റിയിരിക്കുന്നത് എന്ന് വലിയ വാചാടോപം നടത്തിയല്ലോ സിദ്ധരാമൻ. ഇന്ത്യക്കാരെല്ലാം ഞങ്ങൾക്ക് ഒരുപോലെയാണ്. പക്ഷെ അതിന്റെ ആത്മാർത്ഥത അദ്ദേഹം കാണിച്ചോ? എന്തെങ്കിൽ ഈ ബോറിംഗ് യന്ത്രങ്ങൾ ഇവിടെ ഉള്ളതാണല്ലോ. ആ യന്ത്രങ്ങളൊക്കെ ആദ്യം തന്നെ വരുമായിരുന്നില്ലേ? അതിനിടയ്ക്ക് കുമാരഗൌഡ ഒന്ന് പറഞ്ഞു, വേണ്ട ഇവിടെ സൈന്യത്തിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാം ഭംഗിയായി നടക്കണം. അദ്ദേഹം പറഞ്ഞു കാറിലിരുന്നു തിരിച്ച് പോയി. ഇങ്ങനെയൊക്കെയാണോ ഒരു മനുഷ്യജീവനം നമ്മൾ വില കൽപ്പിക്കേണ്ടത്? അതോ മനുഷ്യജീവനൊന്നും ഒരു വിലയില്ല, മന്ത്രിമാരുടെ സുരക്ഷ മാത്രമേ പ്രശ്നമുള്ളൂ, അവർക്ക് ഇസഡ് കാറ്റഗറിയിലുള്ള സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടല്ലോ, മനുഷ്യനത് വേണ്ട എന്നുള്ളതാണോ? എന്ത് രീതിയിൽ, എന്ത് മോശമാണ്. ഇന്ത്യയുടെ പേര് മോശപ്പെടുത്തുന്ന ഇതൊക്കെയല്ലേ. രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളെല്ലാം മോദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ പേര് ചീത്തയാക്കുന്നു. പക്ഷെ ഇതുപോലുള്ള ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള അനാസ്ഥ കാണിക്കുന്ന ഭരണകൂടങ്ങളല്ലേ ഇന്ത്യയുടെ നാണക്കേടും ഇന്ത്യയുടെ പേര് ദോഷവും.